ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ രാജ്യത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് ഓൺലൈനാക്കി കേന്ദ്രം. അടുത്ത വർഷം മുതൽ പരീക്ഷ പൂർണ്ണമായും ഓൺലൈനാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. ക്രമക്കേടുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നിർണായക തീരുമാനം. റദ്ദാക്കിയ നീറ്റ് പരീക്ഷ ജൂൺ 21 വീണ്ടും നടത്തും. ചോദ്യപേപ്പർ ചോർച്ചയിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ നീറ്റിൽ കേന്ദ്രം സമൂല പരിഷ്കാരങ്ങൾക്ക് ഒരുങ്ങുന്നത്. നിലവിൽ ഓഫ്ലൈനായി നടത്തുന്ന പരീക്ഷ അടുത്ത വർഷം മുതൽ ഓൺലൈനാകും. ചോദ്യപേപ്പർ അച്ചടിക്കുന്നതും കൈമാറ്റം ചെയ്യുന്നതും വഴി ഉണ്ടാകുന്ന സുരക്ഷാ വീഴ്ചകൾ ഒഴിവാക്കാൻ ഡിജിറ്റൽ സംവിധാനം സഹായിക്കുമെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. നിലവിലെ പരീക്ഷാ സംവിധാനത്തിൽ പോരായ്മകളുണ്ടെന്ന് സമ്മതിച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉത്തരവാദിത്തം കേന്ദ്രം ഏറ്റെടുക്കുന്നുവെന്നും വ്യക്തമാക്കി. मित्रों, मैं फिर आपको आश्वस्त करता हूँ, विशेष करके विद्यार्थियों को मैं फिर एक बार अपील करना चाहता हूँ, कोई भी अफवाह में ना जाए, कोई भी, आखिर ये सामाजिक चुनौती है। राधाकृष्णन कमेटी को पूरा पालन करने के उपरांत भी उस कमांड चेन में कहीं ना कहीं ब्रीच हुई है. വിദ്യാർത്ഥികളുടെ ഭാവിക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. പരീക്ഷാ നടത്തിപ്പ് സുതാര്യമാക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കേന്ദ്രം പോരാടുന്നത് വലിയ മാഫിയക്കെതിരെയാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം റദ്ദാക്കിയ നീറ്റിന്റെ പുനഃപരീക്ഷാ തീയതിയും പ്രഖ്യാപിച്ചു. അടുത്ത മാസം 21 ഉച്ചയ്ക്ക് 2 മുതൽ 5:15 വരെയായിരിക്കും പരീക്ഷ. വിദ്യാർത്ഥികളുടെ സൗകര്യം കണക്കിലെടുത്താണ് പരീക്ഷാ സമയം 15 മിനിറ്റ് കൂട്ടിയത്. പുനഃപരീക്ഷയ്ക്കായി വിദ്യാർത്ഥികൾ വീണ്ടും ഫീസ് അടയ്ക്കേണ്ടതില്ല. താൽപര്യമനുസരിച്ചുള്ള പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കാൻ കുട്ടികൾക്ക് ഒരാഴ്ച സമയം അനുവദിക്കും. പുതിയ അഡ്മിറ്റ് കാർഡുകൾ ജൂൺ 14 ലഭ്യമാകും. വിദ്യാർത്ഥികൾക്ക് ഗതാഗത സൗകര്യം അടക്കം ഒരുക്കുന്നതിന് സംസ്ഥാന സർക്കാരുകളുമായി സംസാരിക്കുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ നീറ്റ് പരീക്ഷ എഴുതിയത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.